അയോധ്യ രാമക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിൽ ഉൾപ്പെട്ട ഈ മോഷ്ടാക്കൾ സോക്സിലും മറ്റു വസ്ത്രങ്ങളിലും ഒക്കെ തന്നെ പണവും സ്വർണവും ഒക്കെ ഒളിപ്പിച്ച് കടത്തിയ വാർത്ത പുറത്തു വന്നത്. ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് സ്വർണം കടത്തിയത് ഈ സ്വർണം ബിസ്ക്കറ്റാക്കി മാറ്റി എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്ന് അവിടുത്തെ വാതിൽപ്പാളിയിലും ഒക്കെയുള്ള സ്വർണം പല രീതിയിൽ കടത്തി എന്നുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. അയോധ്യയിലും ഏതാണ്ട് സമാനമായ രീതിയിലുള്ള സ്വർണ്ണ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് SIT കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും. ഈ സ്വർണം കണ്ടെടുക്കാനുള്ള നടപടികളും മറ്റ് അന്വേഷണ പരിപാടികളുമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ കൊള്ള തന്നെയാണ് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. രാമക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന പരിപാടിയാണ് ഇവിടെ നടന്നത്. ഇത് മോഷ്ടിച്ച സ്വർണം തിരിച്ചറിയാതിരിക്കാനായി ഉരുക്കി സ്വർണ്ണ ബിസ്ക്കറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ത്യ ടുഡേയാണ് ഇത് സംബന്ധിച്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കവർന്നെടുത്ത സ്വർണം വെള്ളി ആഭരണങ്ങൾ ഉരുക്കി ബിസ്ക്കറ്റുകളാക്കി മാറ്റി അവയുടെ ഉറവിടം കണ്ടെത്തുന്നത് ദുഷ്കരമാക്കാൻ പ്രതികൾ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള സംശയമാണ് ഉള്ളത്. നിരവധി പരിശോധനകളും റെയ്ഡുകളും നടത്തിയിട്ടും മോഷണം പോയതായി കരുതുന്ന ആഭരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ആഭരണങ്ങളുടെയും മറ്റ് വിലപിടിപ്പുള്ള വഴിപാടുകളുടെയും കണക്ക്, സൂക്ഷിപ്പ്, പരിപാലനം എന്നിവ സംബന്ധിച്ച് നേരത്തെ ക്ഷേത്ര ചുമതലക്കാരനായ KD ബാബുവിനോട് അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഭക്തർ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി, മറ്റ് വിലപിടിപ്പുള്ള വഴിപാടുകൾ എന്നിവയുടെ രേഖകളും സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രിന്റിംഗ് ആൻഡ് മൈനിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതുമായി നടത്തിയ ഇടപാടുകളുടെ വിവരങ്ങളും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാങ്കുകളിലേക്കും ഈ സംവിധാനങ്ങളിലേക്കും അയച്ച വിലപിടിപ്പുള്ള ലോഹങ്ങളുടെ സമ്പൂർണ്ണ കണക്കും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. അതിനുശേഷമേ ഈ സ്വർണം ഏത് രീതിയിൽ മാറ്റി അതിന് രൂപമാറ്റം സംഭവിച്ചോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് തങ്ങളുടെ ത്രൈമാസ യോഗങ്ങളിൽ പണമായി ലഭിച്ച സംഭാവനകളും വരുമാനവും അവലോകനം ചെയ്തിരുന്നു. എന്നാൽ ഭക്തർ സമർപ്പിച്ച സ്വർണം, വെള്ളി, ആഭരണങ്ങൾ തുടങ്ങിയ വിലപിടിപ്പുള്ള വഴിപാടുകളുടെ അളവ്, മൂല്യം, സ്റ്റോക്ക് എന്നിവ സംബന്ധിച്ച് വിശദമായ രേഖകൾ സ്ഥിരമായി യോഗ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ക്വിൻ്റൽ കണക്കിന് സ്വർണമാണ്, വെള്ളിയും സ്വർണവുമാണ് ഇവിടെ വഴിപാടായി ലഭിച്ചിരിക്കുന്നത്. അതിൽ എത്രത്തോളം മോഷണം പോയി എന്നതിനെക്കുറിച്ചുകൂടി അതിൻ്റെ വ്യാപ്തി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഇത് കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകളാക്കി മാറ്റുകയോ മറ്റ് ക്രയവിക്രയങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ മറ്റേതെങ്കിലും ജ്വല്ലറിയിലോ മറ്റോ കൊടുത്ത് അത് മറ്റ് രൂപമാറ്റം അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക ദുഷ്കരമാണ്. അപ്പം ആ രീതിയിലേക്ക് ഈ മോഷ്ടാക്കൾ ഇത് മാറ്റിയിട്ടുണ്ടാകും എന്നാണ് വിലയിരുത്തുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. കൃത്യമായൊരു കണക്ക്, എത്ര രൂപയുടെ സ്വർണം പോയി, എത്ര രൂപയുടെ വെള്ളി പോയി എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു കണക്ക് നമുക്ക് ലഭ്യമല്ല. കാരണം ഇത് എത്രയാണ് എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എത്ര വന്നു എന്നറിയാതെ എത്ര പോയി എന്നറിയാൻ സാധിക്കില്ലല്ലോ. ഈ വന്ന കണക്കുകളും പോയ കണക്കുകളും ഒക്കെ ഒത്തുനോക്കിക്കൊണ്ട് ഈ കണക്കിൽ വരുന്ന ചില മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ബാക്കി അന്വേഷണങ്ങൾ നടക്കുന്നത്. ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നത്, മറ്റ് അന്വേഷണ നടപടികളൊക്കെ തന്നെ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ.